നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഹാത്രാസ് ദുരന്തം വിവാദ ആൾദൈവത്തെ പ്രതി ചേർക്കാത്തതിൽ UP പോലീസിനെതിരെ വിമർശനം ശക്തമാകുന്നു. 120-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഹാത്രാസ് ദുരന്തവുമായി ബന്ധപ്പെട്ട FIR-ൽ വിവാദ ആൾദൈവം ഭോലെ ബാബയുടെ പേര് ഉൾപ്പെടുത്താത്തതിൽ വിമർശനം ശക്തമാകുന്നു. ആൾദൈവം ഭോലെ ബാബ എന്ന സൂരജ് പാൽ നാരായണൻ ഹരിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ ഉത്തർപ്രദേശ് പോലീസ് ഇതുവരെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ആൾദൈവത്തിന്റെ സസ്യംഗ പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 100-ലേറെ പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ കേസിൽ ആൾദൈവത്തിനെ പ്രതി ചേർക്കാൻ തക്ക വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ വിശദീകരണം. റേഷൻ വ്യാപാരികൾ പണിമുടക്കിൽ നിന്നും പിന്മാറണം, അഭ്യർത്ഥനയുമായി മന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടു. ഡ്രൈവർ കാപ്പി കുടിക്കാൻ പോയി നിർത്തിയിട്ടിരുന്ന KSRTC ബസ് റോഡിലേക്ക് നീങ്ങി, ഗേറ്റും മതിലും തകർന്നു. നിർത്തിയിട്ട KSRTC ബസ് പിന്നിലേക്ക് നീങ്ങി അപകടം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി മതിലിടിച്ചു തകർത്തു. ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡും മറികടന്ന് ബസ് പിന്നോട്ട് നീങ്ങിയാണ് എതിർവശത്തുള്ള പ്രസ് ക്ലബ് PWD കെട്ടിടത്തിന്റെ ഗേറ്റും മതിലും തകർത്തത്. റോഡിൽ മറ്റു വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഇന്ന് പുലർച്ചെ 3:30-യോടെയാണ് സംഭവം. ബസ് നിർത്തിയിട്ട ശേഷം ഡ്രൈവർ കാപ്പി കുടിക്കുവാൻ പോയ സമയത്താണ് അപകടമുണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡിന് എതിർവശത്തുള്ള മതിലും ഗേറ്റും ഇടിക്കുകയായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. സംസാരിക്കുക മാത്രമാണ് ചെയ്തത്, ആക്രമിച്ചിട്ടില്ല. എടപ്പാളിൽ തൊഴിലാളികളെ മർദ്ദിച്ചെന്ന പരാതി തള്ളി CITU. മലപ്പുറം എടപ്പാളിൽ തൊഴിലാളികളെ ആക്രമിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി CITU. സംഘർഷമുണ്ടായിട്ടില്ലെന്ന് ചുമട്ട് തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് MV ഫൈസൽ പറഞ്ഞു. കരാർ തൊഴിലാളികളുമായി സംസാരിച്ച് മടങ്ങുമ്പോഴാണ് ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടത്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് CITU പ്രവർത്തകരാണ്. വീണ് കിടക്കുന്നയാളെ തിരയാനും ആശുപത്രിയിൽ എത്തിക്കാനും CITU തൊഴിലാളികളും ഒപ്പമുണ്ടായിരുന്നു. സംഘർഷമോ വാക്കേറ്റമോ ബഹളമോ അടിപിടിയോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്നും തൊഴിൽ നഷ്ടം ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീതി പടർത്തി വെസ്റ്റ് നൈൽ പനി, ആലപ്പുഴയിൽ സ്ഥിരീകരിച്ചു. ആലപ്പുഴ ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. പനി ബാധിച്ച യുവതി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 മാസം മുൻപാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവ് മരിച്ചത്. പാലക്കാടും വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ. ജപ്പാൻ ജ്വരത്തെ പോലെ അപകടകരമല്ല. ജപ്പാൻ ജ്വരം സാധാരണ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിൽ വെസ്റ്റ് നൈൽ പനി മുതിർന്നവരിലാണ് കാണുന്നത്. BSP തമിഴ്നാട് അധ്യക്ഷൻ ആങ്സ്ട്രോങ്ങിന്റെ കൊലപാതകം 8 പേർ അറസ്റ്റിൽ. ബഹുജൻ സമാജ് പാർട്ടി തമിഴ്നാട് പ്രസിഡന്റ് ആങ്സ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി ചെന്നൈ അഡീഷണൽ കമ്മീഷണർ അസ്ര ഗാർഗ്. പൊന്നൈ ബാല, രാമു തിരുവങ്ങാടം, തിരുമലൈ, സെൽവരാജ്, മണിവണ്ണൻ, സന്തോഷ്, അരുൾ എന്നിവരാണ് അറസ്റ്റിലായത്. മുൻവൈരാഗ്യവും പ്രതികാരവുമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക വിവരം.
ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ട് വിവരാവകാശ കമ്മീഷൻ. സ്വകാര്യ വിവരങ്ങൾ കൈമാറരുതെന്ന് നിർദ്ദേശം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിട്ട് വിവരാവകാശ കമ്മീഷൻ. വിലക്കപ്പെട്ട വിവരം ഒഴിച്ചു മറ്റൊന്നും മറച്ചുവെക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. 2019 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ കൈമാറരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി രൂപീകരണം വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഒന്നാം പിണറായി സർക്കാർ പ്രചരിപ്പിച്ചത്. പക്ഷേ 2019 ഡിസംബർ 31 റിപ്പോർട്ട് കിട്ടിയ ശേഷം പിന്നെ ഉടനീളം കണ്ടത് ഒളിച്ചുകളിയായിരുന്നു. മൊഴി നൽകിയവരുടെ സ്വകാര്യതാ പ്രശ്നം, ജസ്റ്റിസ് ഹേമയുടെ ഉപദേശം എന്നിവ ഉയർത്തിക്കാണിച്ചാണ് തുടക്കം മുതൽ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. സഭയിൽ ഭിന്നതാ പ്രവർത്തനം, മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം, ആർച്ച് ബിഷപ്പിനെ പുറത്താക്കി വത്തിക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ നിരന്തരമായ രൂക്ഷ വിമർശനം ഉയർത്തിയ ഇറ്റാലിയൻ ആർച്ച് ബിഷപ്പിനെതിരെ നടപടി. കാർലോ മരിയ വികാനോ എന്ന ആർച്ച് ബിഷപ്പിനെതിരെയാണ് നടപടി വന്നിട്ടുള്ളത്. സഭയ്ക്കുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനാണ് തികഞ്ഞ യാഥാസ്ഥികവാദിയായ 83-കാരനായ ആർച്ച് ബിഷപ്പിനെ പുറത്താക്കിയത്. നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെക്കണമെന്ന് കാർലോ മരിയ വികാനോ ആവശ്യപ്പെട്ടിരുന്നു. 2011-2016 വർഷങ്ങളിൽ മാർപ്പാപ്പയുടെ ഭൂതഗണത്തിലെ ഏറ്റവും മുതിർന്ന ആളുകളിൽ ഒരാളായിരുന്നു ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വികാനോ. റെക്കോർഡ് കുതിപ്പിൽ സ്വർണ്ണവില, മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. വിപണിയിൽ സ്വർണ്ണവിലയുടെ വൻ കുതിച്ചുചാട്ടം. ജൂലൈ മാസം ആരംഭിച്ചത് മുതൽ ഏറിയും കുറഞ്ഞും ചാഞ്ചാടുന്ന സ്വർണ്ണവില ഇപ്പോൾ മാസത്തിലെ റെക്കോർഡ് വില പിന്നിടുകയാണ്. ഇന്ന് പവന് 520 രൂപ ഉയർന്ന് 54,120 രൂപയിലും ഗ്രാമിന് 65 രൂപ കൂടി 6,765 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നലെ ഗ്രാമിന് 6,700 രൂപയും പവന് 53,600 രൂപയുമായിരുന്നു വില. 2 ദിവസമായി വിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതിരുന്ന ഇടത്തു നിന്നാണ് ഈ ചാട്ടം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.